Dear friends, welcome to Electron College. Previous session sequential circuits ne കുറിച്ചായിരുന്നു നമ്മുടെ ഡിസ്കഷൻ. ഇപ്പോൾ sequential circuits എന്ന് പറയുമ്പോൾ it can be sequential circuits and combinational circuits അതിനെക്കുറിച്ചായിരുന്നു നമ്മുടെ ഡിസ്കഷൻ. ആൻഡ് sequential circuits തന്നെ അതിൻ്റെ ഡിഫറൻസസ്, പിന്നെ സിൻക്രണസ് അസിൻക്രണസ് സർക്യൂട്ട്സിനെ കുറിച്ചും ലാച്ചസിനെ കുറിച്ചായിരുന്നു നമ്മൾ ഫൈനലി ഡിസ്കസ് ചെയ്തത്. അവിടെ നോർ SR ലാച്ച് ആസ് വെൽ ആസ് നാൻഡ് SR ലാച്ച്. ആൻഡ് സോ ഈ ഒരു ട്രൂത്ത് ടേബിൾ നമുക്ക് ഓർമ്മയുണ്ടാവണം. നോർ SR ലാച്ച്, see when for NOR SR latch 00 input 00 ആണെങ്കിൽ the memory will be retained and 1 ആണെങ്കിൽ that combination is not used. പിന്നെ 01 ആണെങ്കിൽ the output will be 0 and 1. Q will be 0, Q complement will be 1. 10 ആണെങ്കിൽ Q will be 1, Q complement will be 0. And NAND SR latch, see if the inputs are 00, the latch is not used, that combination is not used. And 11 ആണെങ്കിൽ മെമ്മറി, അതായത് പ്രീവിയസ് ഇൻഫർമേഷൻ വിൽ ബി മെയിൻറ്റെയിൻഡ്. പിന്നെ 0യും 1ഉം ആണെങ്കിൽ Q1ഉം Q കോംപ്ലിമെൻറ്റ് 0യും ആണ്. ഇൻപുട്ട് 1ഉം 0യും ആണെങ്കിൽ ഔട്ട്പുട്ട് Q ഈസ് 0 ആൻഡ് Q കോംപ്ലിമെൻറ്റ് ഈസ് 1. സോ ഈ ട്രൂത്ത് ടേബിൾസ് നമ്മളെപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒന്നാണ്. സോ ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ വി വിൽ സ്റ്റാർട്ട് വിത്ത് ക്ലോക്ക് സിഗ്നൽ. അപ്പോൾ നമുക്കറിയാം സീക്വൻഷ്യൽ സർക്യൂട്ട്സ്, നമ്മൾ രണ്ട് സർക്യൂട്ട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, സിൻക്രണസ് സർക്യൂട്ട്സ് ആസ് വെൽ ആസ് അസിൻക്രണസ് സർക്യൂട്ട്സ്. അപ്പോൾ അതിലൊരു ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത് സിൻക്രണസ് സർക്യൂട്ട്സ് ദേ ഹാവ് എ ക്ലോക്ക് സിഗ്നൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്ലോക്ക് സിഗ്നൽ ഉള്ളതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് ജനറേഷൻ ടൈം ക്യാൻ ബി ഡിഫൈൻഡ്, അല്ലെങ്കിൽ ഔട്ട്പുട്ട്സ് എപ്പോഴൊക്കെയാണ് ജനറേറ്റ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇപ്പോൾ അസിൻക്രണസ് സർക്യൂട്ട്സ് ആണെങ്കിൽ അവിടെ ക്ലോക്ക് സിഗ്നൽ ഉണ്ടാവില്ല. അപ്പോൾ ഔട്ട്പുട്ട്സ് are generated at any time after application of inputs കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട്സ് എപ്പോൾ വേണമെങ്കിലും ജനറേറ്റ് ചെയ്യാം. ബട്ട് സിൻക്രണസ് സർക്യൂട്ട്സ് ക്ലോക്ക് സിഗ്നൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഔട്ട്പുട്ട്സ് എപ്പോഴൊക്കെയാണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ഡിഫൈൻഡ് ബൈ എ ക്ലോക്ക് സിഗ്നൽ. ഇപ്പോൾ ഒരു ക്ലോക്ക് സിഗ്നലിനെ കുറിച്ച് പറയുമ്പോൾ ദിസ് ഈസ് ഹൈ പോർഷൻ അല്ലേ, ഇത് അതിൻ്റെ ഒരു ലോ പോർഷനാണ്. പിന്നെ ഫാളിംഗ് എഡ്ജ് ആൻഡ് ലീഡിംഗ് എഡ്ജ്, അതായത് ദിസ് ഈസ് ദ ഫാളിംഗ് എഡ്ജ്. ഈ എഡ്ജസ് മുഴുവൻ ഫാളിംഗ് എഡ്ജാണ്. ദിസ് ഈസ് ഓൾസോ ദ ഫാളിംഗ് എഡ്ജ് അല്ലേ. ഇപ്പോൾ ഒരു ക്ലോക്ക് സിഗ്നൽ ഈ ഒരു ക്ലോക്ക് സിഗ്നലിനെ കുറിച്ച് പറയുമ്പോൾ വൺ ക്ലോക്ക് സിഗ്നൽ എടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് ദ ഫാളിംഗ് എഡ്ജ്. ആൻഡ് അതുപോലെ ദ നെക്സ്റ്റ് ക്ലോക്ക് സിഗ്നൽ, ഇഫ് യു ടേക്ക് ദ നെക്സ്റ്റ് ക്ലോക്ക് സിഗ്നൽ, ദിസ് ഈസ് ദ ലീഡിംഗ് എഡ്ജ് അല്ലെങ്കിൽ റൈസിംഗ് എഡ്ജ് ഓർ പോസിറ്റീവ് എഡ്ജ്. ഫാളിംഗ് എഡ്ജ് അല്ലെങ്കിൽ നെഗറ്റീവ് എഡ്ജ്. അപ്പോൾ സോ നോർമലി സിൻക്രണസ് സർക്യൂട്ട്സിൽ ക്ലോക്ക് സിഗ്നൽ യൂസ് ചെയ്യുമ്പോൾ നോർമലി നമ്മൾ ഈ എഡ്ജ് ട്രിഗറിങ് ആയിരിക്കും നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് വിൽ ബി ഡിഫൈൻഡ്, എന്താണ്, ഔട്ട്പുട്ട് വിൽ ബി ജനറേറ്റഡ് ഓൺലി അറ്റ് ദ ഫാളിംഗ് എഡ്ജ്. അപ്പോൾ ക്ലോക്ക് സിഗ്നലിൻ്റെ ഫാളിംഗ് എഡ്ജ് അല്ലെങ്കിൽ നെഗറ്റീവ് എഡ്ജ് വരുന്ന സമയങ്ങളിൽ മാത്രമേ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യപ്പെടത്തുള്ളൂ. സോ വി ക്യാൻ യൂസ് ദ ക്ലോക്ക് ടു മേക്ക് ദ സർക്യൂട്ട് ജനറേറ്റ് ദി ഔട്ട്പുട്ട് ഓൺലി അറ്റ് പർട്ടിക്കുലർ ടൈം ആൻഡ് നോട്ട് റാൻഡംലി. That is either at the falling edge of the clock or at the leading edge of the clock. സോ ഔട്ട്പുട്ട്സ് എപ്പോഴൊക്കെ ജനറേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളത് ക്ലോക്ക് സിഗ്നൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അത് ക്ലോക്ക് സിഗ്നലിൻ്റെ ഫാളിംഗ് എഡ്ജിൽ ഔട്ട്പുട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ റൈസിംഗ് എഡ്ജിൽ ഔട്ട്പുട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ ഹൈ പോർഷൻ അല്ലെങ്കിൽ അതിൻ്റെ ലോ പോർഷനിലാണോ ഔട്ട്പുട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ദാറ്റ് ഈസ് ദ യൂസ് ഓഫ് യൂസിങ് ക്ലോക്ക് സിഗ്നൽ ഇൻ സിൻക്രണസ് സർക്യൂട്ട്സ്. സോ ഈ ക്ലോക്ക് ട്രിഗറിംഗ് മെത്തേഡ്സിനെ കുറിച്ച് പറയുമ്പോൾ ബേസിക്കലി വി ഹാവ് ടു ടൈപ്സ്, ലെവൽ ട്രിഗറിംഗ് ആൻഡ് എഡ്ജ് ട്രിഗറിംഗ്. സോ ലെവൽ ട്രിഗറിംഗ് എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്ലോക്ക് പൾസിൻ്റെ ഹൈ പോർഷനോ അല്ലെങ്കിൽ ലോ പോർഷനോ വരുമ്പോഴായിരിക്കും. ദ ചേഞ്ച് ഇൻ ദ സർക്യൂട്ട് ഹാപ്പൻസ് ഓൺലി വെൻ ദ ലെവൽ ഈസ് ഹൈ ഓർ ലോ. അതായത് ഔട്ട്പുട്ട് അക്കേഴ്സ്, ചേഞ്ച് ഇൻ ദ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ദി ഔട്ട്പുട്ട് അക്കേഴ്സ് ഓൺലി വെൻ ദ ക്ലോക്ക് സിഗ്നൽ, ദ ലെവൽ ഓഫ് ദി ക്ലോക്ക് സിഗ്നൽ ഈസ് ഹൈ ഓർ ലോ. അതായത് ഹൈ ലെവൽ ട്രിഗേർഡും ആവാം അല്ലെങ്കിൽ ലോ ലെവൽ ട്രിഗേർഡും ആവാം. ഹൈ ലെവൽ ട്രിഗേർഡ് ആണെങ്കിൽ ക്ലോക്ക് പൾസിൻ്റെ ഹൈ പോർഷൻ വരുമ്പോഴായിരിക്കും സർക്യൂട്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നൗ എഡ്ജ് ട്രിഗറിംഗ്, ഇവിടെ അഗൈൻ ടു ടൈപ്സ് ആണ്. ഒന്ന് പോസിറ്റീവ് ഓർ റൈസിംഗ് എഡ്ജ് ആൻഡ് നെഗറ്റീവ് ഓർ ഫാളിംഗ് എഡ്ജ്. സോ ഇത് വളരെ വ്യക്തമാണ്. അതായത് എന്താണ് പോസിറ്റീവ് ഓർ റൈസിംഗ് എഡ്ജ്? സർക്യൂട്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്ലോക്ക് സിഗ്നലിൻ്റെ റൈസിംഗ് എഡ്ജസിലായിരിക്കും. ക്ലോക്ക് സിഗ്നലിൻ്റെ ഓരോ റൈസിംഗ് എഡ്ജസ് വരുമ്പോഴും ആയിരിക്കും സർക്യൂട്ട് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നത്. സോ പോസിറ്റീവ് ഓർ റൈസിംഗ് എഡ്ജ് ട്രിഗേർഡ്
now the change in the circuit happens only when the clock goes from low to high. Rising edge. Negative or falling edge triggered, the change in the circuit happens only when the clock goes from high to low. അതായത് നെഗറ്റീവ് എഡ്ജസ് സംഭവിക്കുമ്പോഴായിരിക്കും സർക്യൂട്ടിൽ ചേഞ്ചസ് സംഭവിക്കുക അല്ലെങ്കിൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. സോ ഈ ക്ലോക്ക് ട്രിഗറിംഗ് മെത്തേഡ്സിനെ കുറിച്ച് നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് അതിൻ്റെ റിപ്രസെൻറ്റേഷൻ കൂടെ ഒന്ന് അറിഞ്ഞിരിക്കാം. നൗ ഇഫ് ദിസ് ഈസ് യുവർ ലാച്ച് ഓർ ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതിൻ്റെ ഒരു സിമ്പിൾ, now this is your enable signal or the clock signal, and this symbol indicates the rising edge triggered. So നമ്മുടെ സർക്യൂട്ട് അല്ലെങ്കിൽ നമ്മുടെ ലാച്ച് ഓർ ഫ്ലിപ്പ് ഫ്ലോപ്പ് റൈസിങ് എഡ്ജ് ട്രിഗേർഡ് ആണെന്നുള്ളതാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് and this indicates falling edge triggered. Okay, with rising ആണ് ഇത് falling because ഇവിടെ ഒരു ബബിൾ കാണിക്കുന്ന അതാണ്. This is negative edge triggered, otherwise falling edge triggered. Then and this is just high level edge triggered, high level triggered, not edge triggered. ഇത് just clock signal provide ചെയ്യുന്നു, high level triggered. And low level triggered ആണെങ്കിൽ so this is low level triggered. So ഇത് നമുക്ക് ഓർമ്മയുണ്ടാവണം, this representations ഓർമ്മയുണ്ടാവണം. This represents rising edge triggered clock, this symbol represents falling edge triggered clock, and this is high level triggered and this is low level triggered. So now ലാച്ചസിനെ കുറിച്ചായിരുന്നു നമ്മുടെ ഡിസ്കഷൻ. സോ ലാച്ചസ് നമ്മൾ പറഞ്ഞു ബേസിക്കലി അതൊരു സ്റ്റോറേജ് എലിമെൻ്റ് ആണ് വിച്ച് ക്യാൻ സ്റ്റോർ 0 or 1. ആൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് this is also basically a storage element which can store 0 or 1. But we should know just the difference between this latch and the flip flop. Now basically latch use ചെയ്യുമ്പോൾ the control input for a latch will be the enable signal. ലാച്ചിൻ്റെ കൂടെ നമ്മളൊരു എനേബിൾ സിഗ്നൽ യൂസ് ചെയ്യും ടു കൺട്രോൾ ദി ലാച്ച്. എനേബിൾ എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഒരു പൾസ് തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. സോ ഒരു ഗേറ്റഡ് SR ലാച്ച്, അതായത് SR ലാച്ച് നമുക്കറിയാം. സോ ഗേറ്റഡ് SR ലാച്ച് എന്ന് പറയുമ്പോൾ എ ലാച്ച് വിത്ത് എ കൺട്രോൾ ഇൻപുട്ട്. സോ എ ഗേറ്റഡ് SR ലാച്ച് ഈസ് വൺ വിത്ത് ആൻ എനേബിൾ ഇൻപുട്ട്. അതിൻ്റെ കൂടെ നമ്മളൊരു കൺട്രോൾ സിഗ്നലും കൂടെ കൊടുക്കുന്നുണ്ട്, അതായത് ഒരു എനേബിൾ സിഗ്നൽ. ആൻഡ് ദിസ് ഈസ് ദ സിമ്പിൾ CS. R are the two inputs, Q complement are the two outputs, and this is the enabled input. So ഇത് representation കാണുമ്പോൾ അറിയാം, this is level triggered. So the latch will operate whenever the enable is equal to high. സോ ജസ്റ്റ് ഈ ഒരു റിപ്രസെൻറ്റേഷൻ നോക്കുക. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു സർക്യൂട്ടാണ്. ഈ സർക്യൂട്ട് ശരിയല്ലേ? ദിസ് ഈസ് SR ലാച്ച് അല്ലേ, NAND SR ലാച്ചാണിത്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഇൻപുട്ട്, സെക്കൻഡ് ഇൻപുട്ട് ആൻഡ് Q കോംപ്ലിമെൻറ്റ്. സോ ഇവിടെ ഒരു പുതിയ കൺട്രോൾ ഇൻപുട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് എനേബിൾ. ആൻഡ് രണ്ട് NAND ഗേറ്റ്സ് അഡീഷണൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുവാണ് ഈ ഒരു കൺട്രോൾ സർക്യൂട്ടറിക്ക് വേണ്ടിയിട്ട്. സോ ദിസ് ഈസ് SR ലാച്ച് വിത്ത് NAND സർക്യൂട്ടറി. സോ ഈ എനേബിൾ ഇതിൻ്റെ ജസ്റ്റ് വാല്യൂസ് അപ്ലൈ ചെയ്ത് നോക്കാം. നൗ സി ലെറ്റ് ദിസ് ബി S സ്റ്റാർ ആൻഡ് ലെറ്റ് ദിസ് ബി R സ്റ്റാർ. ഈ പോയിന്റിലെ വാല്യൂസ് S സ്റ്റാർ ആൻഡ് R സ്റ്റാർ. നൗ നമ്മൾ ജസ്റ്റ് ഒരു ഇക്വേഷൻ എഴുതുവാണെങ്കിൽ S സ്റ്റാർ ഈസ് ഈക്വൽ ടു this S star is equal to output of ഈ NAND gate അല്ലേ. അപ്പോൾ എന്താണ് ഇൻപുട്ട്? S and enable. So it will be, the output will be S dot En complement. ശരിയല്ലേ? ഈ പോയിന്റിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് it is S dot En complement. And by De Morgan's law you can write it as S complement plus En complement. അപ്പോൾ അതുപോലെ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് R star. സോ R star എന്ന് പറയുമ്പോൾ ഇവിടെ ഈ പോയിന്റിൽ ഔട്ട്പുട്ട് എന്താണ്? R dot En അല്ലേ, R dot En the whole complement. NAND ആണല്ലോ, NAND ഔട്ട്പുട്ട് ആണ്. സോ R star is equal to
R dot En complement, and by De Morgan's law you can write it as R complement plus En complement. Is it? Yes. Now if En is equal to 0, നമ്മൾ എനേബിൾ സിഗ്നൽ 0 ആക്കുന്നു, അതായത് എനേബിൾ ചെയ്യുന്നില്ല, യു ആർ ജസ്റ്റ് മേക്കിംഗ് ഇറ്റ് 0. എനേബിൾ 0 ആണെങ്കിൽ യു വിൽ ഗെറ്റ് എസ് സ്റ്റാർ ഈസ് ഈക്വൽ ടു, സോ എനേബിൾ 0 ആകുമ്പോൾ എസ് സ്റ്റാർ ഈസ് ഈക്വൽ ടു, what happens, s star is equal to s complement plus enable is 0, അപ്പോൾ 0 complement you will get 1. Now that is equal to 1 അല്ലേ, anything plus 1 is 1. Similarly r star is equal to r complement plus, this is enable is 0, so 0 complement is 1, so that is equal to 1. So if enable is equal to 0, s star is equal to 1, അതായത് ഈ പോയിന്റ് 1 ആണ്, and this point is also 1. Is it? അതായത് ഇൻപുട്ട് ടു ദ ലാച്ച്, ദിസ് ഈസ് ആക്ച്വലി എസ് ആർ ലാച്ച് അല്ലേ, ഇത് ആക്ച്വലി നമ്മുടെ പഴയ നാൻഡ് എസ് ആർ ലാച്ച് ആണ്. അപ്പോൾ എസ് ആർ ലാച്ചിൻ്റെ ഇൻപുട്ട്സ് 1 ആവുമ്പോൾ വാട്ട് ഹാപ്പൻസ്, സി നാൻഡ് എസ് ആർ ലാച്ച് ആൻഡ് 1. സോ ഇഫ് ബോത്ത് ഇൻപുട്ട്സ് ആർ 1, ഇറ്റ് ആക്ട് ആസ് എ മെമ്മറി, അതായത് പ്രീവിയസ് ഇൻഫർമേഷൻ വിൽ ബി മെയിൻറ്റെയിൻഡ്. സോ അതിനാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇവിടെ 1 ആവുമ്പോൾ ദ പ്രീവിയസ് ഇൻഫർമേഷൻ വിൽ ബി മെയിൻറ്റെയിൻഡ്, ബട്ട് വേറെ ഔട്ട്പുട്ട്സ് ഒന്നും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അതായത് പുതിയ ഔട്ട്പുട്ട്സ് ഒന്നും ലാച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ദ പ്രീവിയസ് ഔട്ട്പുട്ട് വിൽ ബി മെയിൻറ്റെയിൻഡ്. സോ ഇത് എനേബിൾ 0 ആവുമ്പോൾ അല്ലേ, എനേബിൾ 0 ആവുമ്പോൾ, അതായത് എനേബിൾ സിഗ്നൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല, എനേബിൾ ഈസ് മേഡ് 0. സോ 0 ആവുമ്പോൾ ജസ്റ്റ് ഇറ്റ് വിൽ റീറ്റെയിൻ ദ സ്റ്റേറ്റ്, പ്രീവിയസ് സ്റ്റേറ്റ് അത് റീറ്റെയിൻ ചെയ്യുന്നു, മെമ്മറി മെയിൻറ്റെയിൻ ചെയ്യുന്നു, പുതിയ ഔട്ട്പുട്ട്സ് ഒന്നും ജനറേറ്റ് ചെയ്യുന്നില്ല. സോ ഇത് ഓപ്പറേഷണൽ ആവണമെങ്കിൽ, അല്ലെങ്കിൽ പുതിയ ഔട്ട്പുട്ട്സ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ എനേബിൾ ഹാസ് ടു ബി ഹൈ, ബിക്കോസ് എനേബിൾ ഹൈ ആവുമ്പോൾ വാട്ട് ഹാപ്പൻസ്, ഇഫ് എനേബിൾ ഈസ് ഈക്വൽ ടു 1, വാട്ട് ഹാപ്പൻസ്, എന്താ സംഭവിക്കുക, എസ് സ്റ്റാർ ഈസ് ഈക്വൽ ടു എസ് കോംപ്ലിമെൻറ്റ് പ്ലസ് എനേബിൾ ഈസ് ഹൈ, അതായത് എനേബിൾ 1 ആണ്, സോ 1 കോംപ്ലിമെൻറ്റ് ഈസ് 0, ദാറ്റ് ഈസ് 0. സോ എസ് കോംപ്ലിമെൻറ്റ്, എസ് സ്റ്റാർ ഈക്വൽ ടു എസ് കോംപ്ലിമെൻറ്റ്. അതുപോലെ ആർ സ്റ്റാർ ഈസ് ആൾസോ ഈക്വൽ ടു ആർ കോംപ്ലിമെൻറ്റ്, എനേബിൾ ഹൈ ആവുമ്പോൾ. സോ നൗ ഇറ്റ് ബിക്കംസ് ഓപ്പറേഷണൽ. സോ എസ് സ്റ്റാർ will be equal to s complement and r star will be equal to r complement. ഇപ്പോൾ ലാച്ച് ഇനി ഓപ്പറേറ്റ് ചെയ്യും, ഇനി ലാച്ച് വിൽ ഓപ്പറേറ്റ് ബേസ്ഡ് ഓൺ ദ വാല്യൂസ് ഓഫ് എസ് ആൻഡ് ആർ. എന്താണെന്ന് വെച്ചാൽ 0 ആണെങ്കിൽ 0 or 1 or 1 or 0, ആ കോമ്പിനേഷൻ അനുസരിച്ച് ലാച്ച് ഔട്ട്പുട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. ബട്ട് എനേബിൾ 0 ആവുമ്പോൾ നമ്മളത് മനസ്സിലാക്കി, ജസ്റ്റ് ദ പ്രീവിയസ് സ്റ്റേറ്റ് വിൽ ബി മെയിൻറ്റെയിൻഡ്. ഓക്കെ, സോ വെൻ എനേബിൾ ഈസ് ഈക്വൽ ടു ലോ, the inputs become ineffective and no change of state takes place, just the previous state will be maintained. അപ്പോൾ ഇങ്ങനെ SR latch, now this enable act as a control, it acts as a control input for this SR latch. So a gated SR latch, it is also called synchronous SR latch അല്ലേ, നമ്മൾ ക്ലോക്ക് സർക്യൂട്ട് അല്ലെങ്കിൽ എനേബിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സോ ഇറ്റ് ഈസ് എ സിൻക്രണസ് SR latch. They are also called a level triggered because they respond to changes only when enable is equal to high. And ഇവിടെ നമ്മൾ എനേബിൾ സിഗ്നൽ ലെവൽ ട്രിഗേർഡ് ആണ് യൂസ് ചെയ്യുന്നത്, കാരണം ലെവൽ എനേബിൾ ഹൈ ആണോ ലോ ആണോ എന്ന് മാത്രമേ ഇവിടെ നോക്കുന്നുള്ളൂ. ഹൈ ആണെങ്കിൽ സർക്യൂട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു, ലോ ആണെങ്കിൽ ഓപ്പറേറ്റ് ആവുന്നില്ല, ജസ്റ്റ് പ്രീവിയസ് ഇൻഫർമേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. സോ നമ്മൾ യൂസ് ചെയ്യുന്നത് ലെവൽ ട്രിഗേർഡ് എനേബിൾ സിഗ്നലാണ്. ആൻഡ് സർക്യൂട്ട് വിൽ act as a flip-flop when we use a clock instead of enable. സോ ബേസിക്കലി ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്, ലാച്ചും ഫ്ലിപ്പ് ഫ്ലോപ്പും തമ്മിൽ. ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നമ്മളൊരു എഡ്ജ് ട്രിഗേർഡ് സിഗ്നൽ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ദ ക്ലോക്ക് ഓർ ദ എനേബിൾ, ദ ക്ലോക്ക് ഷുഡ് ബി ആൻ എഡ്ജ് ട്രിഗറിങ് സിഗ്നൽ ഫോർ ഫ്ലിപ്പ് ഫ്ലോപ്പ്. നോർമൽ ഹൈ ഓർ ലെവൽ അല്ലെങ്കിൽ ലെവൽ ട്രിഗേർഡ് മെക്കാനിസം, ലെവൽ ട്രിഗേർഡ് ക്ലോക്ക് യൂസ് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ആക്ട് ആസ് എ ലാച്ച്. ഒരു എഡ്ജ് ട്രിഗേർഡ് സിഗ്നൽ, അത് പോസിറ്റീവ് എഡ്ജ് ഓർ നെഗറ്റീവ് എഡ്ജ്, എഡ്ജ് ട്രിഗേർഡ് സിഗ്നൽ യൂസ് ചെയ്യുമ്പോൾ ദാറ്റ് ആക്ട് ആസ് എ flip-flop, that will be used in a flip-flop. So the circuit will act as a flip-flop when we use a clock instead of enable, that too an edge triggering clock. So summary, you can say that latch is actually level sensitive, അതായത് ഹൈ ലെവൽ ആണോ ലോ ലെവൽ ആണോ നോക്കിയിട്ട് ഇറ്റ് ഈസ് ലെവൽ സെൻസിറ്റീവ്. സോ ഫോർ ഫ്ലിപ്പ് ഫ്ലോപ്പ് സർക്യൂട്ട് ഓപ്പറേഷണൽ ആവണമെങ്കിൽ ക്ലോക്ക് ഷുഡ് ചേഞ്ച് ഫ്രം low to high or high to low, അതായത് എഡ്ജ് ട്രിഗറിങ് ആയിരിക്കണം. ക്ലോക്ക് സിഗ്നൽ ഷുഡ് ബി എഡ്ജ് ട്രിഗറിങ്. So now we will go into flip-flop section, SR flip-flop. So SR flip-flop, see basically ആ പ്രീവിയസ് ഫിഗർ തന്നെയാണ്, വേറെ വലിയ ഡിഫറൻസസ് ഒന്നുമില്ല. See this is, നമുക്കറിയാം, ദിസ് ഈസ് ദ ബേസിക് SR ലാച്ച് സ്ട്രക്ചർ അല്ലേ.
ബേസിക് SR ലാച്ച് ഇതാണ്. രണ്ട് NAND, നമ്മൾ NAND ലാച്ചാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ബേസിക് SR സ്ട്രക്ചർ. ഫസ്റ്റ് രണ്ട് ഇൻപുട്സും പിന്നെ ഔട്ട്പുട്ട് Q ആൻഡ് Q കോംപ്ലിമെൻറ്റ്, ആ ഒരു ക്രോസ് കണക്റ്റഡ് സ്ട്രക്ചർ. ആൻഡ് ദിസ് ഈസ് ദ കൺട്രോൾ സ്ട്രക്ചർ അല്ലേ, ആ ഗേറ്റഡ് സ്ട്രക്ചർ. നമ്മളൊരു NAND ഇവിടെ ആഡ് ചെയ്യുന്നു, വേറൊരു NAND ആഡ് ചെയ്യുന്നു, ഈ രണ്ട് ഇൻപുട്സും കൂടെ ടൈ ചെയ്തിട്ട് ഒരു ക്ലോക്ക് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ദിസ് ക്ലോക്ക് സിഗ്നൽ ഹാസ് ടു ബി ആൻ എഡ്ജ് ട്രിഗേർഡ് ക്ലോക്ക്, ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയതുകൊണ്ട്. ആൻഡ് ഇപ്പോൾ ഇൻപുട്സ് S and R. And representation symbol is shown here. See, the first input is S, R, output is Q complement, again S, R, and output is Q and Q complement. So, and clock ശ്രദ്ധിക്കുക. See, this is the representation of clock. അതായത് എഡ്ജ് ട്രിഗേർഡ് ആണ്, and that too പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണ്. ഈ റിപ്രസെൻറ്റേഷൻ ഇത് എഡ്ജ് ട്രിഗേർഡ് ആണ്, ബട്ട് നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണ്. സോ ഈ രണ്ട് റിപ്രസെൻറ്റേഷനും ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ അനാലിസിസ് നോക്കാം. So now SR ലാച്ചിനെ കുറിച്ച് നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തു. ആൻഡ് ദിസ് ഈസ് ദ SR ലാച്ച് ട്രൂത്ത് ടേബിൾ. സോ രണ്ട് ഇൻപുട്സ് S and R, Q and Q കോംപ്ലിമെൻറ്റ്. സോ 0 0 0 1 1 0 1 1, ഇത് ഓർമ്മയുണ്ടല്ലോ. 1 1 ബോത്ത് ഇൻപുട്സ് 1 ആണെങ്കിൽ സി ദ മെമ്മറി വിൽ ബി റീറ്റൈൻഡ്. ബോത്ത് ഇൻപുട്സ് 0 0 ആണെങ്കിൽ ദാറ്റ് കോമ്പിനേഷൻ ഈസ് നോട്ട് യൂസ്ഡ്. ആൻഡ് 0യും 1ഉം ആണെങ്കിൽ Q വിൽ ബി 1, Q കോംപ്ലിമെൻറ്റ് 0. 1ഉം 0യും ആണെങ്കിൽ Q will be 0 and Q complement will be 1. So now ഈ SR flip flop truth table നോക്കാം. ആൻഡ് ഇവിടെ വരുന്നൊരു അഡീഷണൽ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്ലോക്ക് സിഗ്നൽ. ആൻഡ് S and R ഔട്ട്പുട്ട് Q and Q കോംപ്ലിമെൻറ്റ്. നൗ ക്ലോക്ക് ഈക്വൽ ടു 0. സോ ക്ലോക്ക് 0 ആകുമ്പോൾ see we can write this equation. Already നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതായത് this point be S star. One second. See, already നമ്മൾ ഡിസ്കസ് ചെയ്തു. because S star, this point is S star and this point is R star. S star is equal to S dot ക്ലോക്ക് കോംപ്ലിമെൻറ്റ്. ഇത് NAND അല്ലേ, NAND ഗേറ്റ് ആണ്. അതിൻ്റെ ഡിമോർഗൻസ് ലാ യൂസ് ചെയ്തിട്ട് S കോംപ്ലിമെൻറ്റ് പ്ലസ് ക്ലോക്ക് കോംപ്ലിമെൻറ്റ്. സിമിലർലി R star is equal to R complement plus clock complement. Now when clock 0 ആവുമ്പോൾ what happens? 0 complement, that is equal to 1. So S complement plus 1 അല്ലേ, that is equal to 1. So S star is 1. Similarly R star, clock 0 ആവുമ്പോൾ this will become 0 complement 1 ആണല്ലോ. So this will become 1. So R complement plus 1, this will again become 1. So S star is 1 and R star is 1. So 1 and 1, both inputs are 1. Circuit operational അല്ല, just the information will be retained. Memory, previous state will be retained. അപ്പോൾ clock 0 ആവുമ്പോൾ irrespective of the value of S and R, ഇനിയിപ്പോൾ S ആറും എന്ത് തന്നെയാണെങ്കിലും the previous state will be maintained. So memory, that will be the output. Now clock 1, ഈ 4 കോമ്പിനേഷൻസ് നോക്കാം. ക്ലോക്ക് 1 അപ്പോൾ S and R can be 0 0, it can be 0 1, it can be 1 0, and it can be 1 1. So let us take S equal to 0, R equal to 0 അല്ലേ, S 0 R 0. and see മറ്റൊന്ന്, you are taking clock is equal to 1. so what will be the value of S star? S star ആണല്ലോ ഇത്. S star is S complement plus clock complement. So clock 1 ആണെങ്കിൽ 1 complement is 0. So S star is equal to S complement. Similarly R star is equal to R complement. So now we have taken S equal to 0, R equal to 0. S star is equal to S complement. R star is equal to R complement. അപ്പോൾ എസും ആറും 0 ആവുമ്പോൾ you will get S star is equal to 1 and R star is equal to 1. Again 1 1 അല്ലേ. സോ ഈ ഇൻപുട്സ് എന്ന് പറയുന്നത് S star ആണല്ലോ. നമ്മുടെ ലാച്ച്, പഴയ ലാച്ചിൻ്റെ ആ ഇൻപുട്സ് എന്ന് പറയുന്നത് S സ്റ്റാറും R സ്റ്റാറും ആണ് അല്ലേ. അപ്പോൾ ലാച്ചിൽ 1 1 ഇൻപുട്സ് ആണെങ്കിൽ again memory will be retained. So again this is memory, right? Now ഈ കോമ്പിനേഷൻ നോക്കുക, 0 1, അതായത് S equal to 0, R equal to 1. So what happens to S star and R star? So S star is equal to 1, അതായത് S complement,
and R star is equal to R complement 0. അതായത് S star is 1, R star is 0. So 1 0 1 0 ആണെങ്കിൽ Q will be 0 and Q complement will be 1. So Q will be 0 and Q complement will be 1. Now ഈ കോമ്പിനേഷൻ നോക്കാം. S equal to 1, R equal to 0. So what happens to S star? S star is equal to 1 complement, that is 0. R star equal to 0 complement, that is 1. So 0 1 അല്ലേ, 0 1. So 0 1 ആണെങ്കിൽ Q will be 1 and Q complement will be 0. And the last combination 1 1, അതായത് S equal to 1, R equal to 1. So again S star is equal to 0, R star equal to 0. ശരിയല്ലേ? അപ്പോൾ 0 0 0 0 ആണെങ്കിൽ see it is not used. So what happens? This is not used, അതായത് invalid. This combination is invalid. So this is the truth table for SR flip-flop. So now so again once again we have written SR flip-flop truth table. So clock SR and output നമ്മളിവിടെ you are represented it as Qn plus 1. Qn plus 1 എന്ന് പറയുമ്പോൾ it is the next state നമ്മൾ കാണിക്കുകയാണ്, അത്രയേ ഉള്ളൂ. വേറെ ഡിഫറൻസ് ഒന്നുമില്ല. നമ്മുടെ ഈ നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്ത ഈ ട്രൂത്ത് ടേബിൾ തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ സി ക്ലോക്ക് ഈസ് 0. ക്ലോക്ക് 0 ആകുമ്പോൾ മെമ്മറി ആണല്ലോ, മെമ്മറി ഈസ് റീറ്റെയിൻഡ്. മെമ്മറി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് പ്രീവിയസ് സ്റ്റേറ്റ് അല്ലേ. പ്രീവിയസ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ Q1. ഇപ്പോൾ നമ്മുടെ പ്രസൻറ്റ് സ്റ്റേറ്റ് Qn plus 1 അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് Qn plus 1 ആണെങ്കിൽ അതിൻ്റെ ബിഫോർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് Qn ആണ് അല്ലേ. സിമിലർലി ക്ലോക്ക് 1 ആകുമ്പോൾ 0 0 0 0 എന്ന് പറയുമ്പോൾ സി 0 0 0 0 ഈസ് മെമ്മറി വിൽ ബി റീറ്റെയിൻഡ്. സോ മെമ്മറി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ദ പ്രീവിയസ് സ്റ്റേറ്റ്, അതായത് Qn, ദാറ്റ് ഈസ് അത്രയേ ഉള്ളൂ ഡിഫറൻസ്. പ്രത്യേകിച്ച് വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ആൻഡ് 0 1 1 0 ആണെങ്കിൽ 0 ആൻഡ് 1 1 1 ആണെങ്കിൽ ഇറ്റ് ഈസ് ഇൻവാലിഡ് അല്ലേ. ശരിയല്ലേ? 1 1 ആണെങ്കിൽ നോട്ട് യൂസ്ഡ് ഓർ ഇൻവാലിഡ്. സോ നൗ ദിസ് ഈസ് ദ SR ഫ്ലിപ്പ്-ഫ്ലോപ്പ് ട്രൂത്ത് ടേബിൾ. അപ്പോൾ ഈ ഒരു ട്രൂത്ത് ടേബിൾ നമ്മൾ ഓർത്ത് വെക്കണം. ബെറ്റർ ഈ ഒരു റിപ്രസെൻറ്റേഷൻ തന്നെ ഓർത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് വിൽ ഹാവ് ടു യൂസ് ദിസ് ഇൻ coming sessions. And now SR flip-flop characteristic table. So characteristic table ne kurichu parayumbo for characteristic table we have to find Qn plus 1. See, we have to find Qn plus 1 and it depends on S, R and Qn. So these are the inputs, S, R as well as Qn. So ivide see Qn is the first input, S and R are the next inputs. Qn plus 1 is the output for characteristic table. And ഈ characteristic table ട്രൂത്ത് ടേബിളിൽ നിന്നും നമുക്ക് ഡിറൈവ് ചെയ്യാം. ഇപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. സി S equal to 0, R equal to 0 അല്ലേ. ഇവിടെ വരിക സി S equal to 0. സോ S equal to 0, R equal to 0. അപ്പോൾ S equal to 0, R equal to 0. ആൻഡ് വാട്ട് ഈസ് Qn plus 1? Qn plus 1 ആണല്ലോ നമുക്ക് വേണ്ടത്. സോ Qn plus 1 ഈസ് Qn. ഇറ്റ് ഈസ് ആക്ച്വലി Qn. അപ്പോൾ ഇവിടെ Qn എന്ന് പറയുന്നത് 0 ആണ്. സോ ദാറ്റ് വിൽ ബി ദ ആൻസർ 0. Now S equal to 0, R equal to 1. S equal to 0, R equal to 1 and Qn plus 1 is 0. ശരിയല്ലേ? Now S equal to 1, R equal to 0. S equal to 1, R equal to 0 and Qn plus 1 is 1. Okay, and S equal to 1, R equal to 1. S equal to 1, R equal to 1, it is invalid. Qn plus 1 is invalid. Okay, now S equal to 0, R equal to 0. So again S equal to 0, R equal to 0, Qn plus 1 is Qn. അപ്പോൾ ഇവിടെ എന്താണ് Qൻ്റെ വാല്യൂ 1 ആണ് അല്ലേ. Qൻ്റെ വാല്യൂ 1 ആണ്. സോ ദാറ്റ് വിൽ ബി Qn plus 1. ആൻഡ് 0 1 വരുമ്പോൾ Qn plus 1 is 0. 1 0 വരുമ്പോൾ Qn plus 1 is 1 and 1 1 വരുമ്പോൾ Qn plus 1 is invalid. Okay, so ഇത്രയേ ഉള്ളൂ. So this is the characteristic table of SR flip-flop. So SR flip-flop ട്രൂത്ത് ടേബിൾ അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ characteristic table ഡിറൈവ് ചെയ്യാവുന്നതാണ്. ഇനി ജസ്റ്റ് ഈ characteristic ഇക്വേഷൻ കൂടെ നോക്കാം. അപ്പോൾ ഇക്വേഷന് വേണ്ടിയിട്ട് we will use a K-map. So this is the equation for Qn plus 1. അപ്പോൾ ഇവിടെ 3 വേരിയബിൾസ് ആണല്ലോ ഉള്ളത്. ഒന്ന് Qn, മറ്റൊന്ന് SR. സോ നമുക്ക് വേണ്ടത് 8 സെൽസ് ആണ്. Is it? So 0 0 0 1 1 1 1 0 and this is 0 and 1. Now
സോ എവിടെയൊക്കെയാണ് വൺ വരുന്നത് നോക്കുക. വൺ ഡോണ്ട് കെയർ നമുക്ക് യൂസ് ചെയ്യാം. വൺ ഡോണ്ട് കെയർ. സോ ഈ 3 സെൽസ്, അതായത് 0 1 0. സോ 0 1 0 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 1, 0 1 0, then 0 1 1, 0 1 1, it is a don't care, and 1 0 0 അല്ലേ, 1 0 0, പിന്നെ ഇവിടെ 1 1 0, 1 1 0 and this point. റിമൈനിങ് ടേംസ് 0 ആണ്, നമ്മളത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിതിനെ ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ യു ക്യാൻ ടേക്ക് ദീസ് 4 സെൽസ്, പിന്നെ ഈ ഒരു 1ഉം ഈ ഒരു 1ഉം തമ്മിൽ ഗ്രൂപ്പ് ചെയ്യാം. സോ യു ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ qn+1 ഈസ് ഈക്വൽ ടു, നൗ ദിസ് ഗ്രൂപ്പ് ഈസ് നത്തിങ് ബട്ട് എന്താണ്, ഇവിടെ qn യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഈ രണ്ട് കോളംസ് നോക്കുമ്പോൾ യെസ് ഈസ് റിമൈനിങ് കോൺസ്റ്റൻറ്റ് അല്ലേ, 1 1. സോ യു ക്യാൻ യൂസ് ദാറ്റ് യെസ് പ്ലസ്, ആൻഡ് നൗ സെക്കൻഡ് ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പിൻ്റെ ഇക്വേഷൻ ഈ റോ. സോ യു ക്യാൻ ടേക്ക് qn ദെൻ ഈ രണ്ട് കോളംസ് നോക്കുക. അവിടെ r ഈസ് റിമൈനിങ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ 0 ആയതുകൊണ്ട് യു ക്യാൻ ടേക്ക് ഇറ്റ് എസ് r കോംപ്ലിമെൻറ്റ്. സോ ദിസ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോർ SR ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഈ ഇക്വേഷനും നമുക്ക് ഓർമ്മയുണ്ടാവണം. സോ നൗ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്യാരക്ടറിസ്റ്റിക് ടേബിൾ നമ്മൾ ഡ്രൈവ് ചെയ്തു. ഇനി അതിൽ നിന്നും എക്സൈറ്റേഷൻ ടേബിൾ, യു ഹാവ് ടു ഓൾസോ ഫൈൻഡ് ദ എക്സൈറ്റേഷൻ ടേബിൾ ഫോർ SR ഫ്ലിപ്പ് ഫ്ലോപ്പ്. Now excitation table indicates the inputs required to be applied. അതായത് സർക്യൂട്ടിനെ എക്സൈറ്റ് ചെയ്യാൻ ആവശ്യമായ ഇൻപുട്സ്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻപുട്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്. സോ യുവർ ഇൻപുട്ട് ഫോർ ദിസ് എക്സൈറ്റേഷൻ ടേബിൾ യൂസിങ് qn ആൻഡ് qn+1 യു ഹാവ് ടു ഫൈൻഡ് എസ് ആൻഡ് ആർ. സോ ഈ രണ്ട് വാല്യൂസ് കോമ്പിനേഷൻ വെച്ചിട്ട് അതിനെ എക്സൈറ്റ് ചെയ്യാൻ ആവശ്യമായ ഇൻപുട്സ് എസ് ആൻഡ് ആർ എസ്റ്റിമേറ്റ് ചെയ്യണം. സോ ദീസ് ടു ആർ ദ ഔട്ട്പുട്സ് ഫോർ ദിസ് ടേബിൾ. സോ ആൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എക്സൈറ്റേഷൻ ടേബിൾ ക്യാരക്ടറിസ്റ്റിക് ടേബിളിൽ നിന്നായിരിക്കും നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. സോ ഇവിടെ ശ്രദ്ധിക്കുക, qn ഈസ് 0, qn+1 ഈസ് ഓൾസോ 0. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ടേബിളിൽ ക്യാരക്ടറിസ്റ്റിക് ടേബിളിലേക്ക് നോക്കുക. ഈ കോമ്പിനേഷൻ നോക്കുക, qn ഈസ് 0, qn+1 ഈസ് 0. വീണ്ടും qn ഈസ് 0, qn+1 ഈസ് 0. സോ ഈ രണ്ട് കോമ്പിനേഷനിലാണ് qn 0യും qn+1 0യും വരുന്നത്. അവിടെ എസിൻ്റെ വാല്യൂ എന്താ നോക്കുക, എസിൻ്റെ വാല്യൂ 0 ആണ് അല്ലേ. സോ 0. ആൻഡ് ആർ, വാട്ട് അബൌട്ട് ആർ ഇവിടെ 0യും ഇവിടെ 1ഉം ആണ്. ഹിയർ ഇറ്റ് ഈസ് 0, ഹിയർ ഇറ്റ് ഈസ് 1. സോ യു ക്യാൻ ടേക്ക് ഇറ്റ് എസ് ഡോണ്ട് കെയർ. സോ നൗ 0 and 1, qn ഈസ് 0, qn+1 ഈസ് 1. ഈ കോമ്പിനേഷൻ നോക്കാം. ഈ ശ്രദ്ധിക്കുക, 0 1 അല്ലേ, qn ഈസ് 0, qn+ ഈസ് 1, ആൻഡ് അത് മാത്രമേ ഉള്ളൂ, ശരിയല്ലേ? 0യും 1ഉം ഇത് മാത്രമേ ഉള്ളൂ. സോ ഹിയർ s ഈക്വൽ ടു 1, r ഈക്വൽ ടു 0. ഇത് വളരെ ഈസിയാണ്. s ഈക്വൽ ടു 1, r ഈക്വൽ ടു 0. സിമിലർലി 1 0. സോ ദിസ് കോമ്പിനേഷൻ qn ഈസ് 1, qn+1 ഈസ് 0. അവിടെ എന്താണ്, എസിൻ്റെ വാല്യൂ 0 ആണ്, ആറിൻ്റെ വാല്യൂ 1 ആണ് അല്ലേ. സോ 0 1, ആൻഡ് qn ഈസ് 1, qn+1 ഈസ് 1, ബോത്ത് ആർ 1 അല്ലേ. അപ്പോൾ സീ ദിസ് കോമ്പിനേഷൻ, qn ഈസ് 1, qn+1 ഈസ് 1, ആസ് വെൽ ആസ് ഇവിടെ ഒരെണ്ണമുണ്ട്, qn ഈസ് 1, qn+1 ഈസ് 1. സോ ഈ രണ്ട് കോമ്പിനേഷൻ. ആൻഡ് ഇവിടെ r ഈസ് 0. ഈ രണ്ട് കോമ്പിനേഷനിലും r 0 ആണ്. ആൻഡ് വാട്ട് അബൌട്ട് യെസ് ഇവിടെ 0, ഇവിടെ 1 ആണ് അല്ലേ. ഒരിടത്ത് 0യും മറ്റൊരിടത്ത് 1 ആണ്. സോ യു ക്യാൻ യൂസ് ഇറ്റ് എസ് ഡോണ്ട് കെയർ. സോ നൗ ദിസ് ഈസ് ദ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് എക്സൈറ്റേഷൻ ടേബിൾ. അപ്പോൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ആൻഡ് ആ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിൾ ഓർമ്മയുണ്ടാവണം, ഐ മീൻ ദിസ് പർട്ടിക്കുലർ ടേബിൾ. സോ ഈ ട്രൂത്ത് ടേബിൾ നമുക്കറിയാമെങ്കിൽ ഫ്രം ദെയർ യു ക്യാൻ ഫൈൻഡ് ദ ക്യാരക്ടറിസ്റ്റിക് ടേബിൾ, ആസ് വെൽ ആസ് ഫ്രം ദ ക്യാരക്ടറിസ്റ്റിക് ടേബിൾ യു ക്യാൻ ഫൈൻഡ് ദ എക്സൈറ്റേഷൻ ടേബിൾ ഓൾസോ. ആൻഡ് ഓർത്ത് വെക്കുക, ക്യാരക്ടറിസ്റ്റിക് ടേബിൾ യു ആർ ഫൈൻഡിങ് qn+1, ആൻഡ് എക്സൈറ്റേഷൻ ടേബിൾ യു ആർ ഫൈൻഡിങ് എസ് ആൻഡ് ആർ. അവിടെ ഇൻപുട്സ് ആയിട്ട് വരുന്നത് qnഉം qn+1ഉം ആണ്. ക്യാരക്ടറിസ്റ്റിക് ടേബിളിൽ ഇൻപുട്സ് ആയിട്ട് വരുന്നത് qn, എസ് ആൻഡ് ആർ ആണ്. സോ ഈ ഡിസ്കഷൻ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. താങ്ക് യു.